സാറയും ഹാജറയും ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യമാരാണ്. സാറാ ബീവിക്ക് ഹാജറ ബീവിയെ എവിടുന്നാണ് കിട്ടിയത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്ന് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. അത് സാറാ ബീവി റളിയല്ലാഹു അൻഹയാണ്. വലിയ ക്ഷാമം നേരിട്ട സമയത്ത് തൻ്റെ കുടുംബവുമായി മിസ്റിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം യാത്ര തിരിച്ച് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരു നാട്ടുരാജാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ പേര് സിനാൻ ഇബ്നു സൽവാൻ എന്നാണ്. ആ നാട്ടിലെ ആ രാജാവിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ, ഏതൊരു സൗന്ദര്യമുള്ള സ്ത്രീയെ കണ്ടാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹം ആ പെണ്ണിനെ വിവാഹം കഴിച്ച് തൻ്റെ ശാരീരിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു നടപടി ആ നാട്ടിൽ രാജാവിൻ്റെ ഭാഗത്തു നിന്ന് വ്യാപകമാണ്. ആ നിലക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സാറാ ബീവിയും യാത്ര ചെയ്യുമ്പോൾ ആ നാട്ടിലെ പട്ടാളക്കാർ, പോലീസുകാർ വന്ന് വാഹനം പരിശോധിച്ച് കൂടെയുള്ള സ്ത്രീ ആരാണെന്ന് ചോദിച്ചു. സംഗതി മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് ഭാര്യയാണെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കൽപ്പന പ്രകാരം തലാക്ക് ചെല്ലാൻ പറയും, മൊഴി ചെല്ലാൻ പറയും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇത് എൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. എല്ലാവരും സഹോദരിമാരാണല്ലോ. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ സന്താനങ്ങളാണ്, സഹോദരങ്ങളാണ്. ആ ഒരു വ്യാപകമായ മഅന ഉദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കളവിന് സാധ്യതയുള്ള ഒരു സത്യം പറഞ്ഞു. അത് ഇതെൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞു. ഈ ഒരു രംഗം പറയുമ്പോഴാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവിന് സാധ്യതയുള്ള ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് ഒരു രാജാവ് ചോദിച്ച സമയത്ത് പറഞ്ഞത്. ശത്രുവായിരുന്ന സമയത്താണ് അങ്ങനെ പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചു വന്ന ആളാണ്, കളവിന് സാധ്യതയുള്ള ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാൽ ആ ഒരു സവിശേഷത മറ്റൊരു പ്രവാചകന്മാർക്കും കാണാൻ കഴിയില്ല. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ഭാര്യയെ ആദം നബിയുടെ സന്താനങ്ങളിൽപ്പെട്ടതാണ് എന്ന ഒരു വ്യാപകമായ അർത്ഥത്തിൽ അത് സഹോദരിയാണെന്ന് പറഞ്ഞു. അതൊരു ഹിക്മത്താണ്, അവിടെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അങ്ങനെ ആ സഹോദരിയെ പിടിച്ചുകൊണ്ടുപോയി, അഥവാ സാറാ ബീവി റളിയല്ലാഹു അൻഹായെ പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുപോയി രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. ആ രാജാവ് ബഹുമാനപ്പെട്ട സാറാ ബീവി റളിയല്ലാഹു അൻഹായിൽ മോശമായ പ്രവർത്തനം ഉദ്ദേശിച്ചുകൊണ്ട് കൈനീട്ടുകയാണ്. ബഹുമാനപ്പെട്ട സാറാ ബീവി റളിയല്ലാഹു അൻഹായെ പിടിക്കാൻ വേണ്ടി ആ ദുഷ്ടനായ ഫാസിഖായ തെമ്മാടിയായ രാജാവ് ആ മഹദിയുടെ ശരീരത്ത് കൈവെക്കാൻ വേണ്ടി, കയറി പിടിക്കാൻ വേണ്ടി കൈയങ്ങ് നീട്ടിയപ്പോൾ അവന്റെ കൈ അതാ അശക്തമായി തളർന്നുപോയി, ബോധം കെട്ട് വീണുപോയി. വീണ്ടും ചാടി എഴുന്നേറ്റ് വീണ്ടും പിടിക്കാൻ വേണ്ടി ചെന്നു. വീണ്ടും ആ കൈകൾ തളർന്നുപോയി, ബോധം കെട്ട് താഴെ വീണു. അങ്ങനെ പല ഇത് ആവർത്തിച്ചപ്പോൾ താൻ പിടിക്കാൻ ചെല്ലുന്ന, താൻ കീഴ്പ്പെടുത്താൻ ചെല്ലുന്ന പെണ്ണ് അതൊരു സാധാരണ പെണ്ണല്ല എന്ന് മനസ്സിലാക്കി ആ രാജാവ്, അഥവാ സിനാൻ ഇബ്നു സൽവാൻ എന്ന ആ പ്രദേശത്തെ രാജാവ് ബഹുമാനപ്പെട്ട മഹദിയെ ബഹുമാനിച്ചുകൊണ്ട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു, അവരെ ആദരിച്ചു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സന്ദർഭത്തിൽ വളരെ വേദനിച്ചുകൊണ്ട് നിസ്കാരത്തിൽ കൈകെട്ടി. ബഹുമാനപ്പെട്ട സാറാ ബീവി റളിയല്ലാഹു അൻഹ ആ രാജാവിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നിസ്കാരം ബാത്തിലാവാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് അങ്ങനെ കാണിച്ചതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. വളരെയേറെ വേദനയാണ്. സ്വന്തം ഭാര്യയെ രാജാവിൻ്റെ അധികാരം ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു ദുർഗതി ഏതെങ്കിലും ഒരു ഭർത്താവിനുണ്ടായാൽ അത് വല്ലാത്ത വേദനയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിസ്കാരത്തിൽ അങ്ങ് പ്രവേശിച്ചു. അങ്ങനെയാണ് മഹത്തുക്കൾ, എന്തെങ്കിലും വേദന ഉണ്ടായാൽ ഉടനെ അവർ നിസ്കരിക്കും. ആ നിസ്കാരത്തിൽ അള്ളാഹുമായി അവരങ്ങ് ലയിക്കും. അപ്പോൾ അവരുടെ വേദനകൾ മറന്നുപോകും. അള്ളാഹു അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. ബഹുമാനപ്പെട്ട സാറാ ബീവി റളിയല്ലാഹു അൻഹ കാര്യങ്ങൾ വിശദീകരിച്ചു. അവൻ 2-3 തവണ ബോധം കെട്ട് വീണു.
അവസാനം ഇത് സാധാരണ സ്ത്രീയല്ല എന്ന് അവന് മനസ്സിലായി. അവസാനം ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് സ്വർണങ്ങളും ഒരുപാട് വസ്ത്രങ്ങളും ഒക്കെ സമ്മാനിച്ചു ആ മഹദിയെ സാറാ ബീബി റളിയല്ലാഹു അൻഹയെ യാത്രയാക്കാൻ പുറപ്പെടുമ്പോൾ സമ്മാനമായിട്ടൊരു അടിമ സ്ത്രീയായി കൊടുത്തതാണ് ഖിബ്തിയും മിസ്രിയുമായ ഈജിപ്ഷ്യനുമായ ബഹുമാനപ്പെട്ട ഹാജറ ബീബി റളിയല്ലാഹു അൻഹ. സുന്ദരിയായിരുന്നു. അങ്ങനെ ആ രാജാവ് സാറാ ബീബി റളിയല്ലാഹു അൻഹയെ ബഹുമാനിച്ചുകൊണ്ട് സമ്മാനമായി കൊടുത്ത അടിമ സ്ത്രീയായിരുന്നു ഖിബ്തിയും മിസ്രിയുമായ ഹാജറ ബീബി റളിയല്ലാഹു അൻഹ. പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട സാറാ ബീബി റളിയല്ലാഹു അൻഹ ആ ഹാജറ ബീവിയെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കൊടുക്കുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീവിയെ രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്ത സംഭവം നമുക്ക് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. ആ ഹാജറ ബീവിയിൽ ആണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിലാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. അപ്പോൾ സാറയും ഹാജറയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഇതുവരെ വായിച്ചത്, പഠിച്ചത്. അള്ളാഹു എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കി തിരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.